മനസ്സിലായി. സാറിന് ദൈവവിശ്വാസം തീരെ കുറവാ. തെറ്റ്. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ വിശ്വാസത്തിലാണ് ദൈവത്തെ കാണുന്നത്. ദൈവം വിശ്വാസമാണ്, വിശ്വാസം ദൈവവും. താൻ വിശ്വസിച്ചാലേ ദൈവമുള്ളൂ, വിശ്വസിച്ചില്ലെങ്കിൽ ഇല്ല. എന്താ, ശരിയല്ലേ? കുട്ടിയുടെ പേരുന്നാളും പറഞ്ഞോളൂ. ശ്രീലക്ഷ്മി, തിരുവാതിര. ഭർത്താവിന്റെ പേരുന്നാളും പറഞ്ഞോളൂ. അത് പിന്നെ രവിചന്ദ്രവർമ്മൻ, വിശാഖ നക്ഷത്രം. സുഖദാമ്പത്യ ജീവനം പ്രാപ്തിരസ്തു. ഹലോ ദോസ്ത്. ദോസ്ത് എത്തിയോ? വരണം വരണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏയ്, അങ്ങനെ വിശേഷമായിട്ടൊന്നുമില്ല. ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായോ ദോസ്തിന്? ഇതെന്താണ് ദോസ്ത്, പതിവിന് വിപരീതമായിട്ട് വലിയ ഫോർമാലിറ്റിയൊക്കെ അളന്നും കുറിച്ചൊക്കെ സംസാരിക്കുന്ന പോലെ. ദോസ്ത് ആദ്യം കൂളാവ്. എന്നോടെന്തോ അത്യാവശ്യ കാര്യം പറയാണ്ടായിരുന്നു പറഞ്ഞു. അത് കേൾക്കാൻ വേണ്ടിയാണ് ഇതുവരെ ഞാൻ വന്നതും കാത്തു നിന്നതും. ഇനി ദോസ്ത് മനസ്സ് തുറന്നു പറഞ്ഞോളൂ, എന്താണ് എന്നോട് ഇത്ര സംസാരിക്കാനുള്ള പ്രധാന വിഷയം?
എങ്ങനെ സൂചിപ്പിക്കും നീ എന്റെ മോളെ വിവാഹം കഴിക്കുമെന്ന്? എങ്ങനെയാ പറഞ്ഞു തുടങ്ങേണ്ടത്? ഒന്നും പെട്ടെന്ന് നാവിൽ വരുന്നില്ലല്ലോ. ഒന്നും പറഞ്ഞില്ല. എന്താ അകത്തിരിക്കണോ? നമുക്കിരുന്ന് സംസാരിക്കാം. ഞാൻ വെറുതെ ഇവിടെ പുറത്ത് നിന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു സ്ഥാപനം. ഏയ് വേണ്ട വേണ്ട, ഇരിക്കണമെന്നൊന്നുമില്ല. അത് പിന്നെ മോൾക്ക് പരീക്ഷ നടക്കുക. അറിയാം. ഇന്ന് മാർക്കറ്റിംഗ് ആണ് സബ്ജക്ട്. രവിവർമ്മൻ സാറ് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നു. ഉറപ്പായും ശ്രീലക്ഷ്മി എന്ന അടിപൊളിയായിട്ട് എഴുതി കാണും. ഇതൊക്കെ ദോസ്ത് എങ്ങനെ അറിഞ്ഞു? ഓ, മോള് ഫോൺ വിളിച്ചിരുന്നല്ലേ? എനിക്കറിയാം, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്ന്. ഏയ് ഒരിക്കലുമില്ല. ഇതൊക്കെ ഒരു ഊഹം പറച്ചിലല്ലേ. ദോസ്ത് വന്ന കാര്യം പറ, അതാണ് ഇമ്പോർട്ടന്റ്. അത് പിന്നെ ഞാൻ പറയാമെന്നത്, ദോസ്ത് അത് സ്വയം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്റെ ജോലി എളുപ്പമായേനെ. എന്താ ദോസ്ത് ഇത്? ഞാനൊരു സാധാരണ മനുഷ്യനാ, സൈക്കോളജിസ്റ്റ് അല്ല മനസ്സ് വായിച്ചെടുക്കാൻ. എന്താണെങ്കിലും പോരട്ടെ, അവൻ പറയൂ. എന്താണ് ദോസ്തിന് പറയാനുള്ളത്? എന്താ വിഷയം? സോറി, ഇങ്ങോട്ട് വരുമ്പോ എല്ലാം ദോസ്തിനോട് വിശദമായി സംസാരിക്കണമെന്നാ കരുതിയത്. പക്ഷെ ഇപ്പോ എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണമെന്നൊരു പിടി കിട്ടണില്ല. അല്ല, ദോസ്തിന്റെ വീട്ടിൽ മുതിർന്നവരാരൊക്കെയാ ഉള്ളത്? ചേടാ, ഇത് ചോദിക്കാനാണോ ഇത്രയ്ക്ക് സ്റ്റാർട്ടിംഗ് ട്രബിള്? അതെ, നിലവിൽ അങ്ങനെ ബന്ധുക്കളൊന്നുമില്ല. നിങ്ങളൊക്കെ തന്നെ എന്റെ ബന്ധുക്കള്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ആളുണ്ട്, എന്റെ റോൾ മോഡൽ. വേണമെങ്കിൽ ഗുരുനാഥൻ എന്നൊക്കെ പറയാം. പേര് പറഞ്ഞ ദോസ്ത് അറിയും, രവിചന്ദ്രവർമ്മൻ സാർ. എന്റെയും ശ്രീലക്ഷ്മിയുടെയും ബോസ്. അതല്ലാതെ ചില അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അല്ല, ദോസ്ത് കാര്യം എന്താണെന്ന് പറഞ്ഞാ ചിലപ്പോ എനിക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലോ? അത് പിന്നെ സാരമല്ലോ ദോസ്ത്, വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. തണുത്തൊരു ജ്യൂസ് കുടിക്കുമ്പോ ഈ വിയർപ്പൊക്കെ അങ്ങ് തണുക്കും. വാ, വരൂ, കമോൺ. ഇനി ഇവിടെ ഇരുന്ന് അല്പം ജപവും ധ്യാനവും, അതാണ് എന്റെ ശാസ്ത്രം. വരൂ. എനിക്കറിയാം സാർ ഇങ്ങനൊന്നും വന്നിരിക്കാറില്ല എന്ന്. പരീക്ഷ സമയത്ത് എനിക്കൊരു ആത്മബലം കിട്ടാനാ സാർ എന്നെയും കൊണ്ട് ഇവിടെ വന്നത്. ഏതായാലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി സാർ എനിക്ക് വേണ്ടി വന്നല്ലോ, അതാണ് എന്റെ വലിയ ഭാഗ്യം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ശരി ശരി, വരവ് വച്ചിരിക്കുന്നു. യു ആർ വെൽക്കം. സർ, എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് എന്താണെന്നറിയാമോ? സാറിന് സാറിന്റെ നക്ഷത്രമൊക്കെ ഓർമ്മയുണ്ടെന്നുള്ളതാ. അത് കൊള്ളാം. എന്താടുത്ത ഞാനെന്താ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയാണോ? അയ്യോ, ഞാനിവിടെ ജനിച്ചോളം നാള് തന്നെ
എന്താ തനിക്ക് ഞാനൊരു മനുഷ്യജീവിയല്ലെന്ന് വല്ല സംശയമുണ്ടോ? ഏയ് നോ, സോറി. ഞാൻ ആ ചോദ്യം തിരിച്ചെടുത്തിരിക്കുന്നു. ഐ എം സോറി. വീണ്ടും തുടങ്ങി. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക. എന്നോടൊപ്പം ഉള്ളപ്പോ താൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കേതാ? സോറിയാണോ അതോ താങ്ക് യു? സോറി സർ, ഇനി പറയില്ല. വീണ്ടും. അയ്യോ. സർ, തിരുമേനി വിചാരിച്ചത് നമ്മൾ രണ്ടാളും ഭാര്യ ഭർത്താക്കന്മാരാണെന്നാ. പതുക്കെ. എന്തുപറ്റി സർ? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റാതിരിക്കാനോ സംസാരിക്കാതിരിക്കാൻ പറഞ്ഞു. ആ തിരുമേനി എന്തെങ്കിലും പറഞ്ഞോട്ടെ. താനെന്തിനാ ആൾക്കാരെയൊക്കെ എത്ര ഒച്ചത്തിൽ പറയുന്നു? ഓ, അതാണോ കാര്യം? സത്യത്തിൽ തിരുമേനി അങ്ങനെ പറഞ്ഞപ്പോ എനിക്കങ്ങ് വല്ലാത്ത നാണായിപ്പോയി സർ. ഉള്ളില് ചിരി വന്നു, അതാ ഒച്ച കൂടിപ്പോയത്. കുഴപ്പമായോ സർ? തിരുമേനി അറിയാതെ പറഞ്ഞത്. അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പ് കിട്ടുമെന്ന് വിചാരിച്ചാൽ മതി. ശരി, ആയിക്കോട്ടെ. പക്ഷെ ചില സമയങ്ങളില് ചിലപ്പോ അവര് പറയുന്ന കാര്യങ്ങൾ സത്യമായാലോ? സാറിന് എന്ത് തോന്നുന്നു? സാറൊന്നും പറഞ്ഞില്ല. ഇത് വളരെ പുരാതനമായ അമ്പലം. രാജഭരണകാലത്ത് പൊന്നു തമ്പുരാനും മഹാറാണിയും ഒക്കെ വന്ന് തൊഴാറുണ്ടെന്നാണ് കേൾക്കുന്നത്. ശരി, ഉരുണ്ട് കളിക്കണ്ട. നമുക്ക് പോയാലോ? സമയമായി പോവാൻ. മനസ്സുണ്ടായിട്ടല്ല. ഇനി ഇവിടെ ഇരുന്നാലേ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കും. സാറിന്റെ കയ്യിൽ അതിനുള്ള ഉത്തരം ഉണ്ടാവില്ല. വെറുതെ എന്തിനാ നമ്മൾ ഇവിടുത്തെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറയുന്നേ? ശരി, പോവാം. ഉത്തരം ഉണ്ടാവാത്തതല്ല, സാർ പറയാത്തതാ അല്ലേ സർ? പോയിക്കളെ തമ്പ. എന്താ ദോസ്ത്, നേരം കുറെ ആയല്ലോ. ഗിറ്റാർ പഠിക്കാൻ തുടങ്ങിയപ്പോ പോലും ദോസ്തിന് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പൊ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ. പറഞ്ഞോളൂ ദോസ്ത്, കമോൺ. അത് പിന്നെ മോൾക്ക് ഉടനെ എക്സാം കഴിയും. പാസ്സായി കഴിഞ്ഞ ഡിഗ്രിയായി. പിന്നെ ഇപ്പൊ വർമ്മൻ ഗ്രൂപ്പിലാ ജോലി നോക്കുന്നത്. അവിടെ ജോലി വേണ്ടെന്ന് വെച്ചാ ഏതെങ്കിലും ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാ. ഓക്കെ, അതിന് അല്ല, പെൺകുട്ടികൾ ജനിച്ച വളർന്ന് അവരുടെ വിദ്യാഭ്യാസം കഴിയുമ്പോ പിന്നെ എന്തായിരിക്കും മാതാപിതാക്കളുടെ ചിന്തയെന്ന് പറയാതെ തന്നെ ദോസ്തിനെ അറിയാലോ. യു മീൻ വിവാഹം? അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. ഓ, ദോസ്തിന് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒഴിഞ്ഞു കിട്ടും, ശരിയല്ലേ? അതെ, ബെസ്റ്റായി പോയി. ഇതാണോ ഇത്രയും വളച്ചുകിട്ടി സംസാരിച്ചത്? എനിക്കിത് മനസ്സിലാകും ദോസ്ത്. ഞാനും ഒരു കുടുംബം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അച്ഛനും അമ്മയും കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളതാണ് വാസ്തവം. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആ ഗിറ്റാറാണെന്നും പറയാം. ആ ഗിറ്റാർ ദോസ്ത എനിക്കും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അപ്പൊ ദോസ്ത എന്റെയും കുടുംബത്തിന്റെയും അടുത്ത ആളായി കഴിഞ്ഞു. ഇനി ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത വേണ്ട. ഓക്കെ, സ്വീകരിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും കൃത്യമായിട്ട് പറയൂ, എന്താണ് ദോസ്തിന് എന്നോട് പറയാനുള്ളത്? അത് എനിക്കെന്തോ പറയാമെന്ന കാര്യം പറയാൻ പറ്റുന്നില്ല. ദോസ്തിന്റെ വീട്ടിൽ മുതിർന്ന ആരോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവരെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ അവരോട് സംസാരിക്കാം. അതാണ് അതിന്റെ ശരിയായ രീതി. അവരോട് സംസാരിക്കാനോ? ആ, അതെ. ഒരു സെക്കൻഡ്.
ഹലോ അങ്കിൾ. അർജന്റ് ആണോ? ശരി, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഇല്ല, താമസിക്കില്ല. ശരി. ആ, സോറി ദോസ്ത്, ഐ എം വെരി വെരി സോറി. അങ്കിളാ വിളിച്ചത്. എനിക്ക് ഉടനെ പോകേണ്ട ഒരു കാര്യമുണ്ട്. ആഹാ, അപ്പൊ ദോസ്തിന് അങ്കിളും ഉണ്ടോ? എനിക്ക് ആ അങ്കിളിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ കൂടെ വരാം. അയ്യോ, അത് അങ്കിള് ഭയങ്കര ബിസിയാ. ആദ്യം ഞാൻ അങ്കിളിനോട് സംസാരിച്ചിട്ട് ദോസ്തിനെ അറിയിക്കാം. എന്താ അത് പോരെ? എപ്പോ? ആ, അത് ഇപ്പൊ പറയാൻ പറ്റില്ല. സോറി, ഉടനെ എനിക്ക് പോണം. ഞാൻ ബന്ധപ്പെട്ടോളാം. ശരി അപ്പൊ. എന്തു പറ്റി? ഇത്രയൊക്കെ കറങ്ങി വന്നിട്ടും മാഡത്തിന്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഇല്ല സർ, ഒന്നുമില്ല. ഐ എം ഫൈൻ. അത് വെറുതെ. നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയുടെ മുഖം കണ്ടാൽ എനിക്കറിയാമല്ലോ മനസ്സൊട്ടും ശരിയല്ല. സർ, സർ എന്താ പറഞ്ഞേ? നമ്മുടെ ശ്രീലക്ഷ്മിയുടെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റുമോ? കുട്ടിയല്ല നീ, ലക്ഷ്മി കുട്ടി. ഈ പഴയ കാർന്നവന്മാരെ നീട്ടി വിളിക്കും പോലെ വിളിക്കട്ടെ. അകത്ത് ആരാ അവിടെ? ലക്ഷ്മിക്കുട്ടിയായി. ലേശം സംഭാരം കിട്ടോ കുടിക്കാൻ? കൊള്ളാം. അപ്പൊ സാറിന്റെ ശ്രീലക്ഷ്മി കുട്ടിയെ ചിരിപ്പിക്കാനും അറിയല്ലേ? യെസ്, താൻ സന്തോഷിച്ചിരിക്കാനാ ഞാനിതെല്ലാം ചെയ്യുന്നത്. വൈദവേ, എക്സാം കഴിഞ്ഞ ഉടനെ താൻ ഓഫീസിലേക്ക് വരില്ലേ? പിന്നെ സർ എന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ വേണമെങ്കിലും വരാൻ തയ്യാറാ. അങ്ങനെ താൻ 2 ജോലി തൽക്കാലം ചെയ്യണ്ട. ഇപ്പോ ഫസ്റ്റ് പ്രിഫറൻസ് എക്സാമിന്. ഓക്കെ? ഓക്കെ സർ. സാർ എനിക്ക് വേണ്ടതിലധികം കെയർ തരുന്നുണ്ട്, ഞാൻ അർഹിക്കുന്നതിനേക്കാളും. താങ്ക് യു സർ. ഐ എം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു യു. താൻ അർഹിക്കുന്ന കെയർ ഞാൻ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ താൻ കഴിവുള്ള കുട്ടിയാണ്. യു ഓൾവേസ് ഡിസേർവ് എ ബെറ്റർ പ്ലേസ്. താങ്ക്സ് എന്ന് കരുതി അതിന്റെ അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ. ആഹാ, ഇതാ നമ്മുടെ ശ്രീലക്ഷ്മി മാഡം പെട്ടെന്ന് അങ്ങോട്ട് ഉഷാറായല്ലോ. ആ, നീ വന്നോ? വണ്ടിയുടെ മുൻ സീറ്റിൽ ഒരു കവറുണ്ട്, എടുത്തിട്ട് വാ. അത് തുറന്ന് സാധനം പുറത്തെടുക്കും.
ഇതൊരു പട്ടുതുണിയാണല്ലോ. ഇതെന്തിനാ അങ്കിൾ? നിന്നെ ഇട്ട് മൂടാൻ, നിന്റെ ചാവിന്. ഞാൻ ജയിലിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് വാങ്ങിയതാണ് ഈ പട്ടുതുണി. രവിയുടെ ശവത്തിൽ മൂടാൻ. എന്റെ വിയർപ്പിന്റെ മണമുണ്ടതിന്. പക്ഷെ കൂടെ നിന്നിട്ട് എന്നെ ചതിച്ചാൽ ഇതുപോലൊരെണ്ണം കൂടി ഞാനങ്ങ് വാങ്ങും, അവനെ പുതപ്പിക്കാൻ. എന്നിട്ട് ഇതുകൊണ്ട് ഞാനങ്ങ് മൂടും ഈ നിന്നെ തന്നെ. എന്നെയോ? എന്തിനാ? രവിചന്ദ്രവർമ്മൻ സാർ സ്വന്തം റോൾ മോഡലാണെന്ന് പറഞ്ഞു നടന്നിട്ട് അവനെ ആരാധിച്ച് നടക്കുകയും ഒടുവിൽ അവന്റെ പെണ്ണിനെ തന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവനാ നീ. അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും നീ എന്നെ ചതിക്കില്ലെന്ന്? ഞാൻ ചതിക്കാനോ? അങ്കിൾ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മതി.